ബിരുദം വാങ്ങേണ്ട പ്രായത്തിൽ ബിരുദം വാങ്ങണേ. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയാൽ ബിരുദം കിട്ടൂല. 1-ാം ക്ലാസ്സിൽ നിന്ന് ചാടിപ്പോയതുകൊണ്ടല്ലേ ബിരുദം കിട്ടാതിരുന്നത്. എന്നിട്ട് പിന്നെ മുസ്ലിയാർ എന്നുള്ള വാലിങ്ങനെ വെച്ച് നടക്കുക. എന്ത് മുസ്ലിയാര്? ഒരു കൊല്ലത്തെ മുസ്ലിയാരോ? അപ്പൊ ബിരുദമുള്ളവരോട് അസൂയപ്പെടണ്ട. അപ്പൊ ആ വർത്താനൊന്നും ഇവിടെ പറയണ്ട. പിന്നെ വിധി എന്താണ്? അഹ്കാമുൽ ഖംസയിൽപ്പെട്ട മാത്രമാണോ വിധി? എന്താ വിധി എന്ന് പറഞ്ഞാൽ പഠിച്ചു വെച്ചോളൂ. നിസ്ബത്തു ശൈഇ ഇലാ ആഖിറ, ഒരു വസ്തുവിലേക്കുള്ള ഒരു വസ്തുവിന്റെ ബന്ധമാണ് വിധി എന്ന് പറയുന്നത്. അൽ ഹുക്മു നിസ്ബത്തു ശൈഇ ഇലാ ആഖിറ സവാഉൻ കാന മുസ്ബതൻ അം മൻഫിയ, അത് മുസ്ബത്താണെങ്കിലും മൻഫിയാണെങ്കിലും. അപ്പൊ ഞങ്ങൾ ഇവിടെ പറഞ്ഞ വിധി എന്താണ്? ഞങ്ങളുടെ വാദത്തിലുള്ള വിധി എന്താണ്? ശിർക്കല്ല എന്നുള്ളതൊരു വിധി തന്നെയാണ്. ഇനി അഹ്കാമുൽ ഖംസയിൽ പെട്ട വിധി പറയണം എന്നാ അങ്ങനെ ചോദിക്ക്. അഹ്കാമുൽ ഖംസയിൽ പെട്ട വിധി പറയണം എന്ന് പറയും. അപ്പൊ ഞങ്ങൾ അതിനുള്ള മറുപടി പറയും, വിധിയുണ്ടോ? വിധിയുണ്ടോ? വിധിയല്ലേത്? ശിർക്കല്ല. പിന്നെ അതിന്റെ തെളിവെന്താ? ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. പിന്നെ ഹിദായത്ത് ചോദിക്കാമോ? ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിൽ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു തരണം. വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും നല്ല കാര്യങ്ങൾ ചെയ്തു തരണം എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തിന്റെ സബബായി വർത്തിക്കുക എന്നുള്ള നിലക്ക്. സബബ് എന്ന് പറഞ്ഞാൽ എന്താ? കോഴിച്ചന സംവാദം നടത്തിയ ആൾക്ക് പോലും സബബ് എന്താന്ന് മനസ്സിലായിട്ടില്ല. ത്വരീഖുൻ യൂസിലു ഇലൽ മുറാദ്, അതാ സബബ് എന്ന് പറഞ്ഞാല്. മനസ്സിലാക്കിയ ചോളി. ത്വരീഖുൻ യൂസിലു ഇലൽ മുറാദ്, ഒരു ലക്ഷ്യത്തിലേക്ക് ചേർത്തുന്ന തരീഖ്. അത് ഭൗതികമാവാം അഭൗതികമാവാം ഏതുമാവാം. പക്ഷേ അഭൗതികമായാൽ ശിർക്കാണ് എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ടോ? റാസിയുടെ ഇബാർത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയപ്പോ പിന്നെ ചില ആൾക്കാർ ഇവിടെ ചിരിച്ചിട്ടില്ല. ഞങ്ങൾക്ക് അറിയാം റാസിയുടെ ഇബാറത്ത് ഞങ്ങൾ പൊളിച്ചടുക്കിയപ്പോ ഇതുവരെ ആരും പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അതൊന്ന് പൊളിച്ച് അടുക്കണം എന്നുണ്ടായിരുന്നു. പൊളിച്ചടുക്കിയപ്പോൾ പിന്നെ ചില ആളുകൾ ചിരിമുട്ടിയിരിക്കുന്നു. ഇനി അവർ മരിക്കുന്നത് വരെ ചിരിക്കോ എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഖാലിഖല്ല എന്ന വിശ്വാസത്തിൽ, കേവലം മഹാനാണെന്ന വിശ്വാസത്തിലല്ല അബൂജഹലുമാർ അവരുടെ ബിംബങ്ങളോട് സഹായം ചോദിച്ചിട്ടുള്ളത്. ഇജ്അൽ ലനാ ഇലാഹൻ ഖാലിഖൻ മുദബ്ബിറാ, ഖാലിഖാക്കണേ മുദബ്ബിറാക്കണേ എന്നല്ലേ മുശ്രിക്കുകൾ അവരുടെ ബിംബങ്ങളെ പറ്റി പറഞ്ഞത്. എന്തേ ആ ഇബാറത്തിനെ പറ്റി ഒന്നും മിണ്ടാതിരുന്നത്? ഞങ്ങൾ ആ വായിച്ച ഇബാറത്തിനെ പറ്റി എന്തേ ഒരക്ഷരം മിണ്ടാതിരുന്നത്? ഖാലിഖ് എന്ന് പറഞ്ഞിട്ടുണ്ടോന്നാ നേരത്തെ ചോദിച്ചിരുന്നത്. ഇബാറത്താണ് തന്നോ? ആ ഇബാറത്തിനെ പറ്റി ഇപ്പൊ മിണ്ടാട്ടമില്ല, ഇനി മിണ്ടുകയുമില്ല. ചുരുക്കത്തിൽ നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഇമാമിങ്ങൾ ആരും ഇസ്തിഗാസ ചെയ്തിട്ടില്ല. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തന്റെ ശർഹുൽ മുഹദ്ദബിലും തന്റെ ഈളാഹിലും തന്റെ അൽ അദ്കാറിലും പറയുന്നു. എന്താ പറയുന്നത്? മാ ഹഖാഹുൽ മാവർദിയു വസൈറു അസ്ഹാബിന മുസ്തഹ്സിനീന. മാവർദി ഇമാം ഉദ്ധരിച്ചിട്ടുണ്ട്, ഖാദി അബു ത്വയ്യിബ് ഉദ്ധരിച്ചിട്ടുണ്ട്, മറ്റു ഇമാമുമാർ ഉദ്ധരിച്ചിട്ടുണ്ട്, എല്ലാവരും ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൽ ചെന്നിട്ട് പറയണം, വഖദ് ജിഅതുക മുസ്തഗ്ഫിറൻ മിൻ ദംബി മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി. നബിയേ, എന്റെ പാപത്തിൽ നിന്ന് പാപമോചനം അർത്ഥിക്കാൻ ഞാൻ ഇവിടെ വരുന്നു, അല്ലാഹുവിനോട് അർത്ഥിക്കാൻ ഇവിടെ വരുന്നു, അങ്ങയോട് ശഫാഅത്ത് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് നല്ലതാണ് എന്ന് ഇമാം നവവി പറയുന്നു, ഖാദി അബു ത്വയ്യിബ് പറയുന്നു, ഇമാം മാവർദി പറയുന്നു, ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു തആല അൻഹു തന്റെ തഫ്സീർ ഇബ്നു കസീറിൽ അക്കാര്യം പറയുന്നു. ഇങ്ങനെ ഒരുപാട് ദശക്കണക്കിന് ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ ഞങ്ങളുടെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നെടുത്ത് കാണിച്ചു തരണോ? നിങ്ങൾ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാകില്ല. അങ്ങനെയുള്ള ഇമാമുമാർ അവരുടെ പേരിൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പരലോകം നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് സക്കരിയ സലാഹി പറഞ്ഞില്ലേ? സംഘടനയിൽ നിൽക്കാൻ വേണ്ടി മുൻകഴിഞ്ഞ ഇമാമുകളുടെ പേരിലൊക്കെ ശിർക്ക് ആരോപിക്കാൻ സക്കരിയ സലാഹി നിന്നു കൊടുക്കണമെന്നാ പറയുന്നത്. നിങ്ങൾ എന്നെ KJUവിന്റെ പ്രസിഡന്റ് ആക്കാന്ന് പറഞ്ഞാലും എനിക്കതിന് കഴിയില്ല. മുൻഗാമികളായ സച്ചരിതരായ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുവാൻ എന്നെ കിട്ടുകയില്ല. എന്റെ പരലോകം നഷ്ടപ്പെടുത്താൻ എനിക്ക് സാധ്യമല്ല. ഇവിടുത്തെ ചില താൽക്കാലികമായ ചില സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് പലതും പറയാം, പലതും മാറ്റി പറയാം. പക്ഷേ ഇമാമുകളുടെ മേൽ ശിർക്ക് ആരോപിക്കുന്നതിൽ എനിക്കൊരിക്കലും തന്നെ സാധ്യമല്ല എന്ന് ഞാനിവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ആ സക്കരിയ സലാഹിന്റെ അനുയായികളോടും നേതാക്കളോടും ഞങ്ങൾ പറയട്ടെ, ഈ പറഞ്ഞ ഇമാം നവവി അടക്കമുള്ള ഇമാമുമാർ അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് ചോദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ നല്ല കാര്യമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതും പഠിപ്പിച്ചതും പകർത്തിയതുമെല്ലാം ശിർക്കായിരുന്നുവെങ്കിൽ ആരെ പരലോകം നഷ്ടപ്പെട്ടത്?
ഇമാമിങ്ങളെ പേരിൽ ശിർക്ക് ആരോപിച്ച് പരലോകം നഷ്ടപ്പെടുന്നു പറഞ്ഞില്ലേ? നിങ്ങളൊക്കെ പരലോകം നഷ്ടപ്പെടുത്താൻ പറ്റുമോ? അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. അല്ലാഹു തആല നിങ്ങൾക്ക് ഹിദായത്ത് പടച്ചു തരട്ടെ. അല്ലാഹു തആലാന്റെ ഹിദായത്തിന് പ്രവാചകൻ ഒരു സബബായി തീരട്ടെ. ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ വാദം എന്താണ്? ഖാലിഖല്ല മഹാനാണെന്ന വിശ്വാസമാണെങ്കിൽ അവിടെ ശിർക്ക് വരില്ല. പിന്നെ ശിർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? അതിന് ഖാലിഖ് എന്ന് തന്നെ വിശ്വാസം വേണോ? വേറെന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റൂലേ? അത് മറ്റൊരു വാദപ്രതിവാദത്തിൽ. ഇത് അവിടെ വിഷയമല്ല. ഇവിടുത്തെ വിഷയം ഇത് ശിർക്കല്ല എന്നുള്ളതാണ്. ഏതായാലും നിങ്ങൾ നടത്തുന്ന അന്നേ ചാടിയോട് ഞാൻ രക്ഷപ്പെട്ടു. അന്നെങ്ങാനും ചാടിയിട്ടില്ലെങ്കിൽ എന്തൊക്കെ അവസ്ഥ എന്നത് അല്ല കാത്തു. അൽഹംദുലില്ലാ. ഡിഗ്രിയും കൂടി എടുത്തെങ്കിൽ ഒരു പക്ഷേ മനസാക്ഷിക്കെതിരായി നിങ്ങളെ കൂടെ നിൽക്കേണ്ടി വരുമായിരുന്നു. അപ്പൊ അന്ന് ചാടിയത് അൽഹംദുലില്ലാ വലിയ കിട്ടല. ഏതായാലും 1ാം ക്ലാസ്സിൽ ചാടിയിട്ട് ഇക്കോലത്തിലുണ്ടെങ്കിൽ 2ാം ക്ലാസ് കൂടി തിരഞ്ഞെടുക്കണമെങ്കിൽ എവിടെ എത്തുന്ന ആലോചിക്കാലോ. പോട്ടെ. അത് ഏതായിരുന്നാലും ഇപ്പൊ ഞാൻ ഹുക്കുമാ പ്രശ്നം. ഹുക്കുമാനായി എന്താന്നാ ഈ കൊലത്തടി മൂപ്പര് ഞാൻ അടുത്ത പേപ്പറും വായിക്കും എന്ന് കോടതി വിധിച്ചു. കണ്ടോ അവിടെ അഹ്കാമുൽ ഖംസ ഉണ്ടോ? എന്താ മുസ്ലിയാരെ, അഹ്കാമുൽ ഖംസ വേണമെങ്കിൽ അങ്ങനെ ചോദിക്കണ്ടേന്നാ ഞാൻ ചോദിച്ചത്. എന്താ ജായിസാണോ, വാജിബാണോ, സുന്നത്താണോ? ഇതിനാണ് കൂട്ടരെ അഹ്കാമുൽ ഖംസ എന്ന് പറയാ. അതും തിന്നിട്ടില്ലേ? പിന്നെ ഡിഗ്രിയോട് എന്താ കാര്യം? 2 അല്ല 20 ഡിഗ്രി ഉണ്ടായി വലിയ കാര്യമുണ്ടോ? അപ്പൊ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനിയെങ്കിലും പറയുന്നത്, ഇനിയെങ്കിലും പറയും അതിന് അഹ്കാമുൽ ഖംസയിലെ ഹുക്കം എന്ത്? ഇസ്തിഗാസ ജായിസാണോ, സുന്നത്താണോ, വാജിബാണോ? പറഞ്ഞോളൂ. കറാഹത്തും ഹറാമും ചോദിക്കണ ആവശ്യമില്ലല്ലോ. അപ്പൊ ഹുക്കം പറയാതെ പോകാൻ പറ്റൂല. ഏതായാലും നിങ്ങളെ വിധി വല്ലാത്ത വിധി തന്നെ. ഇസ്തിഗാസയുടെ വിധി തെളിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെ വിധി ഇപ്പൊ എല്ലാവർക്കും തെളിഞ്ഞു. റാസിന്റെ ഇബാദത്ത് ഞങ്ങൾ പൊളിച്ചൂന്നാ. നിങ്ങൾ റാസിന്റെ ഇബാദത്ത് മാത്രമല്ല, റാസി തഫ്സീറിൽ പഠിപ്പിച്ച ഖുർആന്റെ ആശയങ്ങൾ അത് മുഴുവൻ നിങ്ങൾ പൊളിച്ചു എന്നാ ഞങ്ങൾ പറഞ്ഞത്. ഇബാദത്ത് പൊളിച്ചു അല്ല, ഫുള്ള് നിങ്ങൾ പൊളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഖുർആൻ തന്നെ പൊളിച്ചിട്ടുണ്ട്, തൗഹീദിനെ പൊളിച്ചവരാ നിങ്ങൾ. എന്നിട്ട് ഇപ്പൊ അവസാനം ഒരു ഖാലിഖൻ മുദബ്ബിറാന്നുണ്ട്. ദാരിമി അത് ജൂതന്മാർ ചോദിച്ച ചോദ്യമാണ് മൂസാ നബിയോട്. അബൂജഹൽ ചോദിച്ചതല്ല. ഞാൻ ചോദിച്ചത് എന്താ? അബൂജഹലിന്റെ ചോദ്യ. ജൂതന്മാർ ഇലാഹൻ കമാലഹും ആലിഹ എന്ന് പറഞ്ഞതിനാണ് ഖാലിഖൻ മുദബ്ബിറാ എന്ന് പറഞ്ഞ് ബൈദാവിയിലുണ്ട്, അതേപോലെ ബഹ്റുൽ മുഹീത്തിലുണ്ട്, പലയിടത്തുണ്ട്. അതൊക്കെ ജൂതന്മാരുടെ ചോദ്യ. ജൂതന്മാരുമായി ബന്ധമുണ്ടെങ്കിൽ ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചോദിച്ചുകൂടായില്ല. അതുകൊണ്ട് അതല്ല എനിക്ക് ആവശ്യം. ഞാൻ പറഞ്ഞെന്താ? അബൂജഹലിന്റെ വിശ്വാസത്തിൽ ലാത്ത ഖാലിഖാണെന്നില്ല, ഉസ്സ ഖാലിഖാണെന്നില്ല എങ്കിൽ അവൻ ചെയ്ത് ശിർക്കാണോ ശിർക്കല്ലേ എന്ന ചർച്ചയാണല്ലോ വന്നത്. അതിനല്ലേ വായിക്കേണ്ടത്. എവിടെ ഒരു ഖാലിഖെന്ന് അടിച്ചപ്പോ കിട്ടിയില്ല, അതാണ്ട് മൂപ്പാണ്ട് പൊട്ടിച്ചു പോയി. അങ്ങനെ പെടല്ല മുസ്ലിയാരെ. അതിലടിച്ചാൽ പലരും വരും. ഇത് എവിടെ വന്നു, എന്തേ വന്നു, ആരാന്നൊക്കെ നോക്കണ്ടേ, കിതാബ് ഓതി പഠിച്ചണ്ടേ. അട്ടിക്കൊന്ന് വെച്ചാൽ മതിയോ? ഒന്നെങ്കിലും എടുക്കണ്ടേ, ഒന്ന് വായിക്കണ്ടേ. അല്ല അട്ടിക്ക് ഇവിടെ കുറെ ഉണ്ട് പേടിക്കുന്നല്ല പറഞ്ഞ കാര്യം. അതുകൊണ്ട് അതൊന്നും മറുപടിയല്ല. മാത്രമല്ല റാസി പറഞ്ഞെന്താ? യഅലം അന്നഹു ലൈസ ഫിൽ ആലമി അഹദുൻ യുസ്ബിതു ലില്ലാഹി ശരീകൻ യുസാവിഹി ഫിൽ ഇൽമി വൽ ഹിക്മതി വൽ ഖുദ്റതി വഹാദാ മിമ്മാ ലം യൂജദ് ഇലൽ ആൻ. ഇന്നേവരെ ഉണ്ടായിട്ടില്ല അല്ലാഹുവിനെ പോലെ കഴിവുള്ള, അല്ലാഹുവിനെ പോലെ അറിവുള്ള, അല്ലാഹുവിനെ പോലെ ശക്തിയുള്ള ഒരു പങ്കാളി ഉണ്ട് എന്ന് ലോകത്ത് ഇന്നേവരെ ആരും വിശ്വസിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ശിർക്ക് ലോകത്ത് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ട് ശിർക്ക് വരാൻ അതൊന്നും ആവശ്യമില്ല. അല്ലാഹു നമ്മോട് പഠിപ്പിച്ചു, ഈ ഉമ്മത്തിൽ ചിലർ ശിർക്കിലേക്ക് പോകും, മുശ്രിക്കീങ്ങളുടെ വഴിയെ പോകും. ഞാൻ ആദ്യമേ ഉദ്ധരിച്ചു. നിങ്ങൾ എന്താ ദുർവ്യാഖ്യാനം ഒപ്പിച്ചത്? ഞാൻ ശിർക്ക് പേടിക്കുന്നില്ല എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെന്നാ. അതിന് ഫത്ഹുൽ ബാരി വായിച്ചു നോക്കി. ഐ അലാ മജ്മൂഇകും എന്നാണ്. നിങ്ങൾ ഒന്നടങ്കം ശിർക്കിലേക്ക് പോകില്ല. ലിഅന്നഹു ഖദ് വഖഅ മിനൽ ബഅദി, കാരണം ചിലരിൽ നിന്ന് ശിർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആ ഹദീസിനെ ശറഹിൽ തന്നെ ഫത്ഹുൽ ബാരിയിൽ കാണാം. അട്ടിക്ക് വെച്ചാ പോരാ, നിങ്ങൾ അത് വായിച്ചു നോക്കണം. അതുകൊണ്ട് എന്റെ 3 ചോദ്യം അങ്ങനെ തന്നെ കിടക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിന് ഒരു കഷ്ടം നിങ്ങൾ പറഞ്ഞു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം തേടിയ ശിർക്കല്ല, പക്ഷേ വിധി നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ 3 ചോദ്യവും പരിപൂർണമായി നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന ഞാൻ ചോദിച്ചു, ഈ സമാനമായി തേടാൻ പറ്റോ ഇല്ലേ എന്നുള്ളത്. മൂപ്പര് പറഞ്ഞു എന്ന് വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നല്ലാതെ മറുപടി പറഞ്ഞിട്ടില്ല. അല്ലാഹുവിനോട് ചോദിക്കുന്ന ഏതും ചോദിക്കാമോ എന്ന് ഞാൻ ചോദിച്ചു, മൂപ്പര് പറഞ്ഞിട്ടില്ല. റബ്ബന ആത്തിന എന്നുള്ള ചോദ്യം ചോദിച്ചു, അത് പറഞ്ഞിട്ടില്ല. റബ്ബന എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? ഞങ്ങളുടെ റബ്ബേ ആത്തിന ഞങ്ങൾക്ക് നൽകണേ. അതെങ്ങനെ സൃഷ്ടിയോട് ചോദിക്കുവോ? സൃഷ്ടിയെ പറ്റി റബ്ബ് എന്ന് പറയോ? നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് വാക്ക് പേച്ചതാണോ?
റബ്ബന ആത്തിന എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ചു, അതിന്റെ വിധി പറഞ്ഞിട്ടില്ല. റബ്ബന എന്ന് പറഞ്ഞാൽ റബ്ബ് എന്നാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽ മാലിക്കു വസ്സയ്യിദു, യജമാനനായ പടച്ച തമ്പുരാനെ പറ്റിയാണ് റബ്ബ് എന്ന് മുസ്ലിമീങ്ങൾ പറയുക. ആ റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ള സഹായത്തേട്ട റബ്ബിനോടേ പറ്റുള്ളൂ. അത് വേറുള്ളവരോട് ചോദിക്കാൻ പറ്റുമോ? അല്ല അഹ്കാമുൽ ഖംസ ചോദിക്കല, അഹ്കാമുൽ ഖംസ ചോദിച്ചാല. പിന്നെ മൂപ്പര് പറഞ്ഞ എന്താ, അഹ്കാമുൽ ഖംസ ജായിസാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ശിർക്കെല്ലാം സമ്മതിച്ചോ? ഇവിടെ ഏറ്റുമുട്ടുന്ന വാദങ്ങൾ എന്താണ്? ശിർക്കാണ്, ശിർക്കല്ല, ശിർക്കാണ്, ശിർക്കല്ല. കാരണം ശിർക്കാണ് എന്ന് പറഞ്ഞാൽ ജബ്ബാർ മൗലവി മുശ്രിക്കാകും. കാരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജിന്നിനോട് സഹായം ചോദിക്കൽ അനുവദനീയമാണ്. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? ഇത് അദ്ദേഹത്തിന്റെ പുസ്തകമാണ്, തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യർ അന്യോന്യം സഹായിക്കുന്നു, സഹായം തേടുന്നു. ഇതുപോലെ അങ്ങോട്ട് ചെന്ന് അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും മലക്കുകളോടും ജിന്നുകളോടും സഹായാഭ്യർത്ഥന നടത്താമെന്ന് തുഹ്ഫത്തുദ്ദാകിരീനിൽ ശൗക്കാനി പറഞ്ഞതും ഇതുതന്നെയാണ്. ഇതുതന്നെയാണെന്ന് പറഞ്ഞാൽ എന്താ? അനുവദനീയമാണെന്നാണ് മേലെ പറയുന്നത്. നിങ്ങൾ നോക്കൂ, വളരെ കൃത്യമായി പറയുന്നു, വളരെ കൃത്യമായിട്ട് തന്നെ കൃത്യമായി പറയുകയാണ്. എന്താണ്? ഇതുതന്നെയാണ്, ഇതുതന്നെയാണെന്നുള്ള ശൗക്കാനിയല്ല പറയുന്നത്. മനുഷ്യർ തമ്മിൽ ചോദിക്കുന്നത് പോലെ എന്നതിലേക്ക് ഇശാറത്ത് മടക്കിക്കൊണ്ട് ഇതുതന്നെയാണ് എന്ന് പറയുന്നത് ജബ്ബാർ മൗലവിയുടെ വാചകമാണ്, ജബ്ബാർ മൗലവിയുടെ കൃത്യമായ വാചകമാണ്. അതുകൊണ്ട് ജബ്ബാർ മൗലവി തന്നെയാ പറഞ്ഞിട്ടുള്ളത് അനുവദനീയമാണ്. അതിന് ഹനീഫ സമ്മതിച്ചിട്ടുണ്ട്. ഹനീഫ സമ്മതിച്ചുകൊണ്ട് ഇവിടെ ഹനീഫ സമ്മതിച്ചതുകൊണ്ട് എഴുത്തല്ലാതെയാവോ? ഹനീഫ എന്ന് പറയുന്നത് നിങ്ങളുടെ ബദ്ധശത്രു അല്ലേ, നിങ്ങളുടെ കൂടെ കിടന്ന ആളല്ലേ. ഹനീഫയുടേത് ഞങ്ങൾക്ക് ബാധകമല്ല. ഞങ്ങൾ പറയുന്നത് ജബ്ബാർ മൗലവി എഴുതിയതിനെ കുറിച്ചാണ്. പിന്നെ കെ എം മൗലവി പറഞ്ഞത് എന്താ? കെ എം മൗലവി വളരെ കൃത്യമായി പറഞ്ഞു, വലിയ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു തന്നെയാണ്. സർവ്വലോകങ്ങളുടെയും നാഥനും രക്ഷാകർത്താവും ഉടമസ്ഥനും രാജാവുമായ യജമാനൻ അവൻ തന്നെ. എന്നാൽ ചക്രവർത്തിമാർ അവരുടെ സാമ്രാജ്യങ്ങളെ പല സംസ്ഥാനങ്ങളാക്കിയും ജില്ലകളാക്കിയും മറ്റും വിഭാഗിച്ചു അവയിലെ മഹാകാര്യങ്ങൾ ഒഴിച്ചുള്ള ബാക്കി രാജ്യകാര്യങ്ങൾ നിയന്ത്രിച്ചു അവയെ ഭരിക്കുവാനായി ആ മഹാരാജാക്കന്മാരുടെ പ്രത്യേക സേവകന്മാരെ ഏൽപ്പിക്കുകയും ചെറിയ കാര്യങ്ങളിലെല്ലാം ആ സേവകന്മാർ കൈകാര്യം ചെയ്യുകയും പ്രജകളുടെ കാര്യത്തിൽ അവരുടെ ശുപാർശയെ ചക്രവർത്തിമാർ സ്വീകരിക്കുകയും ചെയ്തു വരാറ് പതിവുള്ളത് പോലെ ദിവ്യത്വം കൽപ്പിച്ചു. അതാ മഹാചക്രവർത്തിമാരുടെ കീഴിലുള്ള ചെറിയ ചക്രവർത്തിമാർക്ക് നൽകുന്നത് പോലെയുള്ള ദിവ്യത്വം കൽപ്പിച്ചോ? മറുപടിയാണ് പറയണം. മറുപടി കെ എം മൗലവിന്റെ പുസ്തകം കയ്യിലില്ല എന്നാ തോന്നുന്നത്. ഇതുവരെ അത് വായിച്ചിട്ടില്ല. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യം പറയും. പിന്നെന്താ? ഇജഅല്ലനാ ഇലാഹൻ കമാലഹും ആലിഹ. അവിടെ ഖാലിഖം മുദബ്ബിറ എന്നുള്ളത് ജൂതന്മാർ പറഞ്ഞതാണ്, അബൂജഹലിന്റെ വാദമല്ല. അപ്പൊ ജൂതന്മാരെ വിട്ടിപ്പോ അബൂജഹലിന്മ മാത്രം കൂടിക്കാണല്ലേ. എന്നിട്ട് അദ്ദേഹം അതിന്റെ താഴെ പറയാ, വഹാദാ അല്ലാഹു അല്ലാതെ പടച്ചോനുണ്ട് എന്നുള്ള വാദം മിമ്മാലം യൂജദ് ഇലൽ ആന എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജൂതന്മാരോ? ഇതുവരെ ഒരാളും പറഞ്ഞിട്ടില്ല. അല്ലാഹു അല്ലാതെ പടച്ചോനുണ്ട് എന്നുള്ള വാദം ഇതുവരെ ഒരാൾക്കുമില്ല എന്ന് റാസിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജൂതന്മാരോ? ഈ ഒരാളെന്ന് പറയുന്ന ജൂതന്മാരോ? ഇവ റാസി പറഞ്ഞതാണോ ശരി, നിങ്ങൾ പറഞ്ഞതാണോ ശരി? നിങ്ങൾ പറയുന്ന ജൂതന്മാർക്കാണ് ആ വാദം, അബൂജഹലിന് വാദമല്ല. പിന്നെ പറയണം റാസിയിൽ പറയുന്നത് ഒരാൾക്കും വാദമല്ല. അപ്പൊ ആരുടെ വാദാ ശരി? നിങ്ങൾ എന്തിനാ റാസി ഉദ്ധരിച്ചത്? ഉദ്ധരിക്കും നോക്കണ്ടേ? അതിന് മുമ്പ് അതിന് വൈരുദ്ധ്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ജൂതന്മാരുടെ വാദമാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. യഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് മുഹിയുദ്ദീൻ ശൈഖിനോടോ റസൂലിനോടോ പറയുന്നത് ശിർക്കല്ല തന്നെ. തെളിവെന്താ? ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല. ശിർക്കാണ് എന്നുള്ളതിലേക്ക് തെളിവില്ല എന്നുള്ളത് എങ്ങനെയാ തെളിവാകുക? അത് തെളിവാണ് എന്നുള്ളത് നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇസ്ലാഹ് മാസിക 2013 ഏപ്രിൽ മാസത്തിൽ നിങ്ങൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഉസൂൽ അനുസരിച്ചാണ് ഞങ്ങൾ മറുപടി പറഞ്ഞിട്ടുള്ളത്. റാസിയുടെ ഇബാറത്തിൽ എവിടെയാണ്? സലീം ഫൈസി ചോദിച്ചില്ലേ, റാസിയുടെ ഇബാറത്തിൽ അഭൗതിക മാർഗത്തിലുള്ള സഹായത്തേട്ടം മനുഷ്യരോട് നടത്തിയാൽ ശിർക്കാകുമെന്നുള്ള വിശദീകരണം എവിടെയാണുള്ളത്? അള്ളാഹുവിൽ നിന്നുള്ള സഹായം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ നസ്ർ കൊണ്ടുള്ള സഹായം, രണ്ട് മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം. മുഅ്മിനീങ്ങളെ കൊണ്ടുള്ള സഹായം എന്ന് പറയുന്നതും അള്ളാഹു തആല തന്നെ നേർക്കുനേരെ ചെയ്തതാണ് എന്ന റാസിയുടെ ഇബാറത്തിൽ എവിടെയാ നിങ്ങളുടെ വർഗീകരണത്തിന്റെ തെളിവ്? അഭൗതികം ഭൗതികം എന്ന വർഗീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തൗഹീദും ശിർക്കും നിശ്ചയിച്ച പുത്തനാശയത്തിന്റെ തെളിവ് എവിടെയാണുള്ളത്? ഇത് അവസാനത്തെ ചോദ്യമാണ്. മുജാഹിദ് പക്ഷത്തിൽ നിന്നുള്ള അവസാനത്തെ ചോദ്യവും ഇതിന് അവസാനത്തെ മറുപടി
സുന്നി പക്ഷത്തു നിന്നും ഉണ്ടാകും. അതിനുശേഷം പിന്നെ ആരും മൈക്കെടുക്കാൻ പാടുള്ളതല്ല. അപ്പം അതുകൊണ്ട് അതിനുശേഷം എല്ലാവരും വളരെ മാന്യമായി തന്നെ പിരിഞ്ഞു പോവുകയും വേണം. ഇനി മറ്റൊരു അവലോകനമോ മറ്റോ ഒന്നും തന്നെ ബാക്കിയില്ല. മുജാഹിദ് പക്ഷത്തെ ചോദ്യം 4 മിനിറ്റ്, അതിനുശേഷം സുന്നി പക്ഷത്തെ മറുപടി 5 മിനിറ്റ്. ഏതായാലും അൽഹംദുലില്ലാ വളരെ കൃത്യമായി കാര്യങ്ങൾ ബോധ്യമായി കഴിഞ്ഞു. ഇനിയും ചോദിച്ച് ശവത്തെ കുത്തുന്നില്ല എന്ന് കൂടി പറയാണ്. ഏതായിരുന്നാലും ശരി, അബൂജഹലിന് ഒരിക്കലും ലാത്തയും ഉസ്സയും ഖാലിഖാണെന്ന വിശ്വാസം ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്കായിട്ടില്ല. ജൂതന്മാരെ പിടിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. അത് ഇങ്ങോട്ട് വെക്കാൻ പറ്റൂല. പിന്നെന്താ റാസി പറഞ്ഞ പിന്നെ എന്തെങ്കിലും വായിച്ചു അതിലെന്താണത്? യുസാവിഹി ഫിൽ ഇൽമി വൽ ഖുദ്റത്തി വൽ ഹിക്മ എന്ന അത് ജൂതന്മാരും പറഞ്ഞിട്ടില്ല. അത് ലോകത്തുണ്ടായിട്ടേ ഇല്ല. ജൂതന്മാർക്കും ആ വിശ്വാസമില്ല. നിങ്ങൾക്കുള്ള പോലെ അത്ര പോലും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നർത്ഥം. നിങ്ങൾക്ക് അതും ഉണ്ട് എന്നർത്ഥം. അതും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ശരി, ഞങ്ങൾക്ക് പറയാനുള്ളത് റഹ്മാനായ റബ്ബ് പഠിപ്പിച്ച ആ റബ്ബിന്റെ തൗഹീദ് അത് വിട്ടാൽ ഇതായിരിക്കും ഗതി. 4 ചോദ്യം ചോദിച്ചിട്ട് ഒരൊറ്റ ചോദ്യത്തിന് പോലും മര്യാദക്കൊന്ന് പ്രതികരിക്കാൻ പോലും നിങ്ങൾക്കായില്ലല്ലോ. ഞാൻ ആവർത്തി ചോദിച്ചു എന്താ ഹുക്മ് എന്ന്. എന്തേ നിങ്ങൾക്ക് പറയാൻ മടി? സുന്നി അഫ്കാൽ എഴുതിയില്ലേ ഇസ്തിഹാസ സുന്നത്താണ് എന്ന്? എന്തേ തുറന്നു പറയാത്തത്? അഹ്കാമുൽ ഖംസ പറഞ്ഞില്ലല്ലോ. അതേപോലെ ശിർക്കല്ല തെളിവെന്താ? ശിർക്കാണ് തെളിവില്ല. തെളിവ് കൊടുത്തില്ലേ? എത്ര ആയത്ത് പറഞ്ഞു? അബൂജഹലിന്റെ വിശ്വാസം അതല്ലേ എടുത്തത്. അബൂജഹൽ ഖാലിഖാണെന്ന് ലാത്തയെ പറ്റി വിശ്വസിച്ചില്ലെങ്കിലും അവന്റെ തേട്ടം ശിർക്കായി. എങ്കിൽ പിന്നെ നിങ്ങളുടെ തേട്ടം മാത്രം എങ്ങനെ ശിർക്കാവാതിരിക്കും? അതിനല്ലേ അത് കൊണ്ടുവന്നത്. പക്ഷേ അതിനെയും ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. നിങ്ങൾ ഖുതുബിയത്തിലൂടെ, നിങ്ങൾ നാരിയ സ്വലാത്തിലൂടെ, നിങ്ങൾ മാല മൗലിദിലൂടെ, നിങ്ങൾ ജാറങ്ങളിലൂടെ റഹ്മാനായ റബ്ബല്ലാത്തവർക്ക് അഭൗതികത കൽപ്പിക്കുന്നു. അതെ, തൻഹല്ലു ബിഹിൽ ഉഖദ് വതൻഫർജു ബിഹിൽ ഖുറബ് തുടങ്ങിയ പ്രയോഗങ്ങൾ നബി സഹായിക്കുമെന്നും നബി പ്രയാസം ദൂരീകരിക്കുമെന്നും നബി ഇടപെടുമെന്നും ഒക്കെയാണല്ലോ നിങ്ങൾ വ്യാഖ്യാനം നൽകുന്നത്. നിങ്ങളുടെ വിശ്വാസവും അതാണല്ലോ. ആ നാരിയാസ്ലാത്ത് അടക്കമുള്ള ഖുതുബിയ്യത്ത് അടക്കമുള്ള റാത്തീബും മാലയും മൗലീദും അടക്കമുള്ള പദ്യഗദ്യങ്ങളിലൂടെ ഈ ശിർക്ക് നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ജാറങ്ങളിലേക്ക് സമുദായത്തെ കൊണ്ടുപോയി തേടാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അഭൗതികമായ കാര്യങ്ങളിൽ, അസാധാരണമായ കാര്യങ്ങളിൽ, സബബുകൾക്ക് അതീതമായ കാര്യങ്ങളിൽ, അതേ റബ്ബിനോട് മാത്രം ചോദിക്കേണ്ട വിഷയങ്ങൾ റബ്ബല്ലാത്തോട് ചോദിച്ച് അവർക്ക് ദിവ്യത്വം കൽപ്പിക്കുന്നു. ഇലാഹിന്റെ സ്ഥാനത്തേക്ക് അവർ എത്തിപ്പെടുന്നു. അത് ശിർക്കായി മാറുന്നു. ഇലാഹാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഖാലിഖാണെന്ന് വിശ്വാസമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യുന്ന പണി അതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗഹീദിലേക്ക് വരൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കൂ. റബ്ബിനോട് മാത്രം തേടൂ. ആ റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കൂ. പദങ്ങളിൽ മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ പോരാ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്കിടയിൽ വിവാദമുണ്ടായപ്പോൾ ഇനി നിങ്ങളെ എതിരിടാൻ ഞങ്ങൾ ഉണ്ടാവില്ലെന്ന്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിവാദവും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ കൂടുതൽ ശക്തി നൽകി എന്നല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ജിന്നു പറയേണ്ട സ്ഥലത്ത് ജിന്നു പറയും, ശൈത്താൻ പറയുന്ന സ്ഥലത്ത് ശൈത്താൻ പറയും. ഇത്തരം ആളുകൾ ഫിത്ന പറയേണ്ടടുത്ത് അതും പറയും. ജിന്നിന്റെ സമയം കഴിഞ്ഞു, ശൈത്താന്റെ സമയം കഴിഞ്ഞു. ഞങ്ങൾ ആൾക്കാരും പഠിച്ചു. ഇനി ഇതാ നിങ്ങൾക്കെതിരെ തന്നെ ഇന്ന് മുതൽ ഇതൊരു ഇറക്കമാണ്, ഇത് തുടക്കമാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവർ ഇങ്ങോട്ട് ആഞ്ഞടി തന്നെയാണ്. മണ്ണാർക്കാട് നിന്ന് സുലൈമാൻ സഖാഫിയും സമദയത്തും പോയതുപോലെ ഇതാ ഈ മംഗലാപുരത്ത് നിന്ന് ഇർഫാനിയും ദാരിമിയും അവിടെ ഖാലിഖിയത്ത് വാദവും ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നു. ഇനി ഇതുമായി ഇവർ വരില്ലെന്ന് പ്രതീക്ഷിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പൊ ലാസ്റ്റും ചോദ്യമില്ല. ഇവ ചോദ്യം ചോദിച്ചിട്ടില്ല. ആദ്യത്തിലും ചോദ്യമില്ല. ചോദ്യം ചോദിക്കുമ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞു പോയി. അതിന് ഒരു വളവ് വിദ്യയൊക്കെയാണ്. 3 ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചു. ഞാൻ അതിന് വിലയിരുത്തുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഖാലിഖാണെന്ന് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ശിർക്ക് വരൂലെന്ന് എവിടെ? ഞങ്ങൾ അങ്ങനെ വാദത്തിൽ വ്യവസ്ഥയിൽ എഴുതിയിട്ടില്ല. ഞങ്ങളുടെ വാദം മഹാന്മാരോട് വഫാത്തായതിനു ശേഷം അവർ മഹാന്മാരാണെന്ന നിലക്ക് സഹായം തേടിയാൽ ശിർക്കാവൂല എന്നാണ്. അതാണ് ഞങ്ങളുടെ വാദം. ആ വാദത്തെ പറ്റിയല്ല ചോദ്യം. ആ വാദത്തിൽ ചോദ്യം തട്ടുന്നേയില്ല. രണ്ടാമത്തെ ചോദ്യം, അതിൽ അഹ്കാമുൽ ഖംസ ഉണ്ടോ? അതിൽ ശിർക്കാണോ തൗഹീദാണോ എന്ന് തിരിയാത്ത കാര്യത്തിലാണ് അഹ്കാമുൽ ഖംസ പറയാ. അത് സുന്നത്താണോ? ആദ്യം ശിർക്കോ തൗഹീദോ സ്ഥാപിക്ക്. മൂന്നാമത്തെ ചോദ്യം, മൊയ്യീൻ ശൈഖിനോട് ഹിദായത്ത് തേടാൻ പറ്റുമോ? അത് സബബായി അനുവർത്തിക്കുമെന്ന നിലക്ക് ചോദിക്കാമെന്ന് കൃത്യം മറുപടിയും കൊടുത്തു. വളരെ വ്യക്തമായി മനസ്സിലായി. ഇനി ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, റാസിയെ പറ്റി ഇബാരത്തോടെ ഒരുപാട് ചർവണ നടത്തി അവസാനം മുക്കി മിണ്ടിയിട്ടില്ല. ഇനി നിങ്ങൾ കേട്ടോളൂ വിഷയം. മക്കത്തെ മുശ്രിക്കീങ്ങളെ ഒരുപാട് പിടിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാ, സൂറത്ത് അൻആം 164. നബി അവരോട് ചോദിക്കണം, അള്ളാഹു അല്ലാത്ത റബ്ബുകളെ ഞാൻ തേടണോ?
അപ്പൊ അവർ റബ്ബിനെ വെച്ച് പുലർത്തിയത് കൊണ്ട് അള്ളാഹു അല്ലാത്ത ഒരുപാട് റബ്ബുകളെ ഖുർആനിൽ അള്ളാഹുവിനെ പറ്റി മാത്രം റബ്ബാണെന്ന് പറഞ്ഞാൽ വല്ലോ അവർ തിരിഞ്ഞു കളയും. അപ്പൊ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന വിശ്വാസത്തിന് അവനെതിരാണ്. മാത്രമല്ല അതിനെയൊക്കെ ജമ്മു ചെയ്തുകൊണ്ട് എല്ലാം വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹാഫിദ് ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു ഇതാ അവിടുത്തെ തഫ്സീറിൽ പറയുന്നു, അതിന്റെ അന്തിമം ഒരുപാട് ചർച്ചകൾ മുഫസ്സിറുകൾ നടത്തിയതിന്റെ അന്തിമം വലാകിൻ അദമു ഈഖാനിഹിം ഹുവല്ലദീ യഹ്മിലുഹും അലാ ദാലിക. അവർ പലതും അല്ലാഹുവിനെ പറ്റി ഉത്തരം മുട്ടുമ്പോൾ പറഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിലും വലാകിൻ അദമു ഈഖാനിഹിം അവർക്കതിൽ യഖീനില്ല, ഉറപ്പില്ല. ബല്ലാ യുഖിനൂൻ. സൂറത്തു തൂർ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് നിസാഇന്റെ 64-ാമത്തെ ആയത്തിൽ വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും ജാഊക എന്ന ആയത്തിന് ഇമാം ഇബ്നു കസീർ തഫ്സീർ പറയാൻ യുർഷിദു തആല അല്ലാഹു പറയുന്നത് അൽ-ഉസാത വൽ മുദ്നിബീന എല്ലാ തെറ്റുകാരോടും ഇദാ വഖാമിൻഹും അവരിൽ തെറ്റ് സംഭവിച്ചാൽ അൽ-ഇസ്യാൻ കുറ്റങ്ങൾ സംഭവിച്ചാൽ അയ്യതു ഇല റസൂലി റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി വയസ്തഗ്ഫിറുല്ലാഹ ഇന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് ഇസ്തിഗ്ഫാർ നടത്തണം. വയസ്അലൂഹു യസ്തഗ്ഫിറ ലഹും അവർക്ക് റസൂൽ പൊറുക്കൽ തേടാൻ വേണ്ടി അല്ലാഹു റസൂലുള്ളാഹിനോട് അവർ ചോദിക്കണം. എങ്ങനെ അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം അവരെ അല്ലാഹു തൗബ സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ജീവിതകാലത്ത് മാത്രമല്ല എന്നറിയിക്കാൻ ബഹുമാനപ്പെട്ട ഒരു മഹാനായ മനുഷ്യൻ മരണത്തിന് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു തേടുന്ന ഉഖബയുടെ ഒരു സംഭവം, ഈ സംഭവം ഇബ്നു കസീർ എടുത്തു വെച്ചതിൽ നിന്ന് വഫാത്തിന് ശേഷവും ഈ ആയത്ത് ബാധകമാണ്. വലൗ അന്നഹും ഇല്ലമു അൻഫുസഹും എന്ന ആയത്തിന്റെ താല്പര്യപ്രകാരം ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ആധുനിക ഖുർആൻ പണ്ഡിതനായ തന്താവി ഇബ്നു കസീറിന്റെ വരിയെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പറയാണ് റഹിമല്ലാഹു ഇബ്നു കസീർ ഇദ് ഖാല ഫീ തഫ്സീരി ഹാദിഹിൽ ആയ. ഈ ആയത്തിന് ഈ തഫ്സീർ പറഞ്ഞതിന് ഇബ്നു കസീറിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ബഹുമാനപ്പെട്ട അൽ ബഹ്റുൽ മുഹീത്ത് എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട അതിന്റെ മുസന്നിഫ് പറയുകയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറയുന്നതിന് എന്ത് കാരണങ്ങൾ ഉണ്ടായാലും ഏത് കാരണങ്ങൾ ഉണ്ടായാലും അത്തഹാക്കുമി ഞാൻ വായിക്കുന്ന വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ വലൗൻ ബിതഹാക്കുമിഹിം ഇല താഗൂതി ഔ ബിജമീഇ മാ സദറ അൻഹും മിനൽ മആസി മുഅ്മിനീങ്ങളിൽ നിന്ന് എന്ത് മാസിയത്തുകൾ ഉണ്ടായാലും ജാഊക നബിയെ നിങ്ങളടുത്ത് വരണം ഫസ്തഗ്ഫിറുല്ലാഹ ബിൽ ഇഖ്ലാസി ഇഖ്ലാസോടെ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ നിന്ന് പടച്ചോനോട് തേടണം വയതദറു ഇലൈക നിങ്ങളിലേക്ക് അവർ ഉദ്ർ ബോധിപ്പിക്കണം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്ന് ഉദ്ർ ബോധിപ്പിക്കണം. ഇത് വഫാത്തിന് ശേഷം ഉണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഉത്ബിയുടെ സംഭവം സമാനമായ സംഭവം ഇവിടെയും എടുത്തു വെക്കുന്നു. ഇതേ തഫ്സീർ ബഹുമാനപ്പെട്ട ഒരു പടി മുഫസ്സിറുകൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കുകയും ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശറഹുൽ മുഹദ്ദബ് അവിടുത്തെ അദ്കാർ അതുപോലെ തന്നെ അവിടുത്തെ ഇലാഹി എന്ന ഗ്രന്ഥത്തിൽ ഇമാം മാവർദി